പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പോകുന്നത് കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന ഓണം ഫെയറിലേക്കാണ്. സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ. ഓഗസ്റ്റ് 8-ാം തീയതി മുതൽ സെപ്റ്റംബർ 21 വരെയാണ് ഓണം ഫെയർ നടക്കുന്നത്. ഞാൻ അവിടെ പോയപ്പോൾ സാബിയെയും ഫാമിലിയെയും കണ്ടിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം അവരെ കണ്ടതിൽ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു പുറത്തുള്ള ഔട്ട്ലുക്ക് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഒരു രസമുണ്ടായിരുന്നു. പുറത്തെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് തന്നെ നമ്മളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ഔട്ട്ലുക്കായിരുന്നു. പിന്നെ ഇത് സാബിൻ്റെ ആങ്ങളേൻ്റെ കുട്ടിയാണ്. അങ്ങനെ ഓൾ ആ അത്ഭുതം കണ്ടിട്ട് വന്നതാട്ടാ. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ആരുടെ അടുത്തും പോക്കില്ല പോലും. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈ ഒരു പിന്നെ ഓണം ഫെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നയാഗ്ര വാട്ടർഫാൾസ് ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ശരിക്ക് ഒരു അത്ഭുതം ലോകത്തേക്ക് പോയ പോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഭയങ്കര രസമുണ്ടായിരുന്നു. അതായത് ആ ഒരു അതിൻ്റെ അല്ലേ, നമ്മൾ ഇതെല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ഞാൻ കണ്ടിട്ടില്ല നേരിട്ടിട്ട് നയാഗ്ര വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെയുള്ള അതേ ഒരു ഫീലിംഗ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈ ഓണം ഫെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അമേരിക്കയിലെ ലോകപ്രശസ്തമായ നയാഗ്ര വെള്ളച്ചാട്ടവും ചൈനയിലും ദുബായിലും പിന്നെ ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സെറിയിൽ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഈ ഇതിൻ്റെ പ്രത്യേകതയാണ് ഇപ്രാവശ്യത്തെ ഓണം ഫെയറിൻ്റെ. അങ്ങനെ നമ്മൾ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് സെറിയിൽ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് അടുത്തതായിട്ട് പോകുന്നത്. അതും നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആളുകൾക്കൊക്കെ പിന്നെ അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുക. അപ്പോൾ ആ വെള്ളം പിന്നെ സ്പർശിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞാനും ചെരുപ്പൊക്കെ അയച്ചു വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ എന്തോ നമുക്കൊരു കൗതുകമല്ലേ ഫസ്റ്റ് കാണുമ്പോൾ. അപ്പോൾ നല്ല നല്ല രസമുണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അതായത് സ്റ്റാർട്ടിങ് ആയതല്ലേ ഉള്ളൂ, ഒന്നാമത് സൺഡേയും അതുകൊണ്ടായിരിക്കും ഒരുപാട് ആളുകൾ ഇന്ന് ആ ഒരു പരിപാടിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും പിന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ DJ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടി ഒരു ഭംഗി എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതിൻ്റെ ഒക്കെ തിരക്കാണ്. അപ്പോൾ നമ്മളെ സാബിയും ഫാമിലിയും അതും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും മക്കളും എല്ലാം ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ വീണ്ടും അവിടുന്ന് നടക്കുകയാണ്. അങ്ങനെ പിന്നെ ഇതിൻ്റെ നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നമ്മളിനി അടുത്ത് പോകുന്നത് ബേർഡ്സ് പാർക്കിലാണ്. അപ്പോൾ ഇതിൽ പോയപ്പോൾ കണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പം തന്നെ ഇത് പക്ഷികളെല്ലാം ഇങ്ങനെ പറക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതായത് കൂട്ടിൽ അടച്ചിട്ടിട്ടൊന്നല്ല ഉള്ളത്, എല്ലാം ഫുള്ള് പുറത്ത് ഇറക്കിയിട്ടാണ് ഉള്ളത്. അത് അവർ നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് കെയർ ചെയ്യുന്നുണ്ട് പക്ഷികൾ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ജീവനുള്ള സാധനങ്ങളും ഇങ്ങനെ തന്നെയുണ്ട്. ഇയാൾ ചോദിച്ച് പാമ്പിനെ പിടിച്ചോ ഞാൻ പറഞ്ഞു പാമ്പിനെ പിടിച്ചാൽ മരിക്കും, പിന്നെ ഞാനുണ്ടാവില്ല. അങ്ങനെ ഒരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ, ഞാൻ സത്യം പറയാലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ സ്നോ സിറ്റി എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിട്ടില്ല. അതായത് വലിയൊരു രസമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ ഇപ്രാവശ്യം നല്ല രസമുണ്ട് പരിപാടി. എന്തായാലും ഓണം ഫെയർ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ടാവുമോ ഏതാണെന്നൊന്നും അറിയില്ലല്ലോ. എന്നാലും അങ്ങനെ ഇന്ന് പോയതാണ്. നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ എത്തുന്നത് ഒരു സൂര്യകാന്തി തോട്ടത്തിലേക്കാണ്. അങ്ങനെ ഇവിടെ നിന്നും ഒരുപാട് ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുക്കുക. നമ്മൾ ഇങ്ങനെ ആ ഒരു പൂവ്, അതായത് എനിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. അതായത് ഇതെങ്ങനെയാണ് ഇതിവരെ ഉണ്ടാക്കിയത്, ഞാനതൊക്കെ തൊട്ടൊക്കെ നോക്കി. അപ്പോൾ എല്ലാം എന്താ പറയുക അല്ലേ, നമ്മളെ കലാവൈഭവം എന്നൊക്കെ പറയുന്നത് ഇതാണ്. പിന്നെ നമ്മൾ ആ ഒരു ഊനാലിലാടി, ഈ ഊനാലിലാടുമ്പോൾ കണ്ട ബട്ടർഫ്ലൈ പറക്കുന്നത് പോലെയുള്ളൊരു അനുഭവം ഉണ്ട്. പിന്നെ ഞാൻ അധിക സമയം അതിൻ്റെ മേലെ ഇരുന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വെയിറ്റ് കൊണ്ട് അതാറ്റം പൊട്ടിയിട്ടുണ്ടാകും പോയില്ല. പിന്നെ നമ്മൾ സാധാരണ കാണുന്നത് പോലെയുള്ള പിന്നെ ഒരുപാട് സ്റ്റോളുകൾ അവിടെയുണ്ട്. അപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. അതായത് സ്റ്റാർട്ടിങ് തന്നെ ഇത്ര ഉണ്ടാവലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ എന്തായാലും ഇപ്രാവശ്യത്തെ ഒരു തീം നയാഗ്ര വെള്ളച്ചാട്ടം, സെറിയിൽ വെള്ളച്ചാട്ടം, അങ്ങനെ ബേർഡ്സ് പാർക്ക് അങ്ങനെയെല്ലാം ഉള്ളത് കൊണ്ടായിരിക്കാം ഇന്ന് ഇപ്രാവശ്യം കുറേ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതൊക്കെ ചുറ്റിക്കണ്ട് പോവുകയാണ്. നിങ്ങളും നമ്മളോടൊപ്പം വാ. ഓക്കേ.
ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും പോവുക. അപ്പോൾ ഓക്കെ ബായ്, നമ്മളും വീട്ടിലേക്ക് പോവുകയാണ്. താങ്ക് യു.